ഗുഡ് മോർണിംഗ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം ഇന്നത്തെ ക്ലാസ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നോട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ നോട്ട് എഴുതേണ്ട രൂപം ക്ലാസ്സിൻ്റെ ഇടയിൽ സംസാരിക്കും. അതേപോലെ തന്നെ നോട്ട് എഴുതാൻ വേണ്ടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 4 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ കാര്യം ഡെഫിനിഷൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. രണ്ടാമത്തേത് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. മൂന്നാമത്തേത് ഗ്രാഫ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. നാലാമത്തേത് സിമ്പിൾ പ്രോബ്ലംസ് ഇൻവോൾവിംഗ് പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. ഈ ചാപ്റ്ററിൻ്റെ കോർ പാർട്ടാണ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനും നന്നായിട്ട് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. 7 പ്രോപ്പർട്ടീസ് ആണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓരോ പ്രോപ്പർട്ടിയും എഴുതിയതിന് ശേഷം അതിൻ്റെ പ്രൂഫ് ഞാൻ തരും. അതും എഴുതിയതിന് ശേഷം പ്രോപ്പർട്ടീസ് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോട്ട് എഴുതി തുടങ്ങാം. ഫസ്റ്റ് ഹെഡിങ് എഴുതിക്കോളൂ, പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ആദ്യം ഫസ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാമത്തേത് സൈൻ ഇൻവേഴ്സ് എക്സ് എന്താണ് എന്നാണ്. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. ആൻസർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് 2 ഫംഗ്ഷനുകളുടെ കോമ്പോസിഷനാണ്. ഒന്ന് സൈൻ എക്സും മറ്റൊന്ന് സൈൻ ഇൻവേഴ്സ് എക്സും. ഈ 2 ഫംഗ്ഷനുകൾ പരസ്പരം ഇൻവേഴ്സ് ഫംഗ്ഷനുകളാണ്. ഇൻവേഴ്സ് ഫംഗ്ഷന്റെ കോമ്പോസിഷൻ എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു ഐ എന്ന റിസൾട്ട് നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എഫ് കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സിന്റെ ജോലി എക്സിനെ എക്സ് ആക്കലാണ്. ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ജോലിയാണ് എക്സിനെ എക്സ് ആക്കലാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന 2 ഫംഗ്ഷന്റെ കോമ്പോസിഷൻ ആയതുകൊണ്ട് എക്സിന് ആൻസർ ആയിട്ട് എന്തായിരിക്കും വരിക? എക്സ് ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ എക്സ്. ഇനി ഇത് എപ്പോഴും ഡിഫൈൻഡ് ആണോ, എപ്പോഴും പോസിബിൾ ആണോ? അല്ല. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈനിലായിരിക്കും ഇത് പോസിബിൾ ആവുക. എഫ് കോമ്പോസിറ്റ് ജിയുടെ എഫ് കോമ്പോസിറ്റ് ജിയുടെ ഡൊമൈൻ ജിയുടെ ഡൊമൈൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈനിലാണ് ഡിഫൈൻഡ് ആവുക. ആരാ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ? അത് ക്ലോസ്ഡ് ഇന്റർവൽ -1 ആണ്. അപ്പൊ ഈ റിസൾട്ട് ശരിയാകണമെങ്കിൽ എക്സ് ആരായിരിക്കണം? ക്ലോസ്ഡ് ഇന്റർവൽ -1 മെമ്പർ ആയിരിക്കണം. എല്ലാവർക്കും മനസ്സിലായല്ലോ. സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ്. ഇതേപോലെ രണ്ടാമത്തത് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. അവിടെ എക്സ് എന്തായിരിക്കണം? കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ. ആരാ കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ? സെയിം എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ -1. ആൻഡ് മൂന്നാമത്തത് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈനിലാണ് ഡിഫൈൻഡ് ആവുക. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്താ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇനി കൊസ് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ് ഒക്കെ പറയാം. അതൊക്കെ അതിന്റെ ഡൊമൈനിലായിരിക്കണം ഡിഫൈൻ ചെയ്യേണ്ടത് എന്ന് മാത്രം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ റിസൾട്ട്. മനോഹരമായിട്ട് എഴുതി നന്നായിട്ടൊരു ബോക്സിലാക്കി വെക്കുക. അതിനേക്കാൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുകയും ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ പ്രൂഫ് നമുക്കിവിടെ വിശദീകരിക്കാം. അതേപോലെ 2ഉം 3ഉം പ്രൂഫ് പറയാം. താല്പര്യമുള്ളവർക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഒന്നാമത്തത് എഴുതിയെടുത്ത് ബാക്കിയുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഒന്നാമത്തെ പ്രൂഫ് ഞാൻ പറയാം, ശ്രദ്ധിക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ എക്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന ഒരു ടേം ഉണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഒരു ആംഗിൾ ആണ് എന്ന്. സൈൻ ഇൻവേഴ്സ് എക്സ് -90 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലുള്ള ഒരു ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിന് എന്ത് കൊടുക്കാം? തീറ്റ എന്ന് കൊടുക്കാം. ആംഗിൾ നമ്മൾ സാധാരണ കൊടുക്കാനുള്ള ടൈമാണല്ലോ തീറ്റ. സൈൻ ഇൻവേഴ്സ് എക്സിന് ഞാൻ തീറ്റ എന്ന് കൊടുത്തു. ബിക്കോസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ആൻ ആംഗിൾ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അനുസരിച്ച് സൈൻ ഇൻവേഴ്സ് എക്സ് തീറ്റ ആണെങ്കിൽ എക്സ് ആരാ? സൈൻ തീറ്റ.
എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് പറയാം. ആരായിരുന്നു തീറ്റ? തീറ്റ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ ഞാൻ ഈ തീറ്റ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റയ്ക്ക് പകരം ഞാൻ ഈ സൈൻ ഇൻവേഴ്സ് എക്സ് കൊടുക്കുന്നു. അപ്പൊ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് ഇസ് ഈക്വൽ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് തന്നെ നമുക്ക് കിട്ടി. അപ്പൊ ജസ്റ്റ് സൈൻ ഇൻവേഴ്സ് എക്സിന് തീറ്റ കൊടുക്കുന്നതോടുകൂടി അതിന്റെ ആൻസർ കിട്ടും. വളരെ സിമ്പിൾ ആണ്, ഒരു പ്രയാസമില്ല, നന്നായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ഇതിന്റെ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കാം. ഈ പറഞ്ഞ റിസൾട്ടിന്റെ ഗ്രാഫ് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് എക്സ് ആണ് എന്ന് നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? ശ്രദ്ധിക്കൂ. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സ് ഡിഫൈൻ ചെയ്യുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ, -1 മുതൽ 1 വരെ. റേഞ്ച് ശ്രദ്ധിച്ചോ, -1 മുതൽ 1 വരെ. -1 മുതൽ 1 വരെയാണ് ഈ ഫംഗ്ഷന്റെ റേഞ്ച്. കാരണം ഇതിന്റെ ഡൊമൈൻ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈനും റേഞ്ച് സൈൻ എക്സിന്റെ റേഞ്ചുമാണ്. സൈൻ എക്സിന്റെ റേഞ്ച് എന്താ? -1 മുതൽ 1 വരെ. അപ്പൊ ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്. ഇത് എക്സ് ആണോ? എഫ് ഓഫ് എക്സ് എക്സ് ആണോ? നമുക്കൊന്ന് നോക്കാം. y എക്സ് എന്നുള്ള ലൈൻ ഒന്ന് വരച്ചു നോക്കാം. വരച്ചു. y എക്സ് എന്നുള്ള ലൈൻ വരച്ചപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിനെ കാണാനില്ല. എന്താ കാരണം? രണ്ടും ഒന്നാണ്. ഒന്നിന്റെ മുകളിൽ കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ് മറ്റത്, അതുകൊണ്ട് ആണ് കാണാത്തത്. അപ്പോ സൈൻ ഇൻവേഴ്സ് എക്സ് ആരാണ്? എക്സ് ആണ്. ഏത് ഭാഗത്താണ് അത് ഡിഫൈൻ ചെയ്യുക? ഡിഫൈൻ ചെയ്യുന്നത് -1 1 എന്ന് മാത്രം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ് ഒന്ന് വരച്ചു നോക്കാം. കോസ് ഇൻവേഴ്സ് എക്സും ഇതേപോലെ തന്നെ -1 1 ഡിഫൈൻ ചെയ്യുന്നത്, അതുകൊണ്ട് അതിന്റെ ആൻസറും എക്സ് ആണെന്ന് മനസ്സിലായല്ലോ. y എക്സ് വരക്കുമ്പോൾ അതുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് കണ്ടോ? ശരി, ഇനി നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് നോക്കാം. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്താണെന്നാ പറഞ്ഞത്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് മനസ്സിൽ ഊഹിക്കാൻ പറ്റുമല്ലോ. എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ വരക്കുന്ന എക്സ് എന്ന് പറഞ്ഞാൽ ആര് തന്നെ ആയിരിക്കും? y എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, y എക്സുമായിട്ട് പൂർണ്ണമായിട്ടും കോയിൻസൈഡ് ചെയ്യും. രണ്ടും ഒന്നാണ്, കാരണം ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ ആറാണ്. കൃത്യമല്ലേ? ഇനി അവസാനത്തത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്നുള്ളതിന് പകരം സൈൻ ഇൻവേഴ്സ് 1/x എന്നാണ് ജിയോജബ്ര എഴുതുക. അപ്പൊ നമ്മൾ അവിടെ ഇൻപുട്ട് ബോക്സിന് കൊടുക്കേണ്ടത് സൈൻ ഇൻവേഴ്സ് 1/x എന്നാണ്. സൈൻ ഇൻവേഴ്സ് 1/x ആണ് കൊസീക്ക് ഇൻവേഴ്സ് എക്സിന് പകരം ജിയോജബ്ര യൂസ് ചെയ്യുന്ന മെത്തേഡ്. അതുകൊണ്ട് ഇത് വായിക്കുക, കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന്. എന്താ കൊസീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ? ആറാണോ? അല്ല, സെറ്റ് ആർ മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 1. അപ്പൊ അതിന്റെ y എക്സ് എങ്ങനെ ഉണ്ടാവും? -1 1 ഉണ്ടാവില്ല, ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ടാവും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ശ്രദ്ധിക്കൂ, കണ്ട y എക്സ് തന്നെ, പക്ഷെ -1 മുതൽ 1 വരെ ഇല്ല. ആൻസർ -1 മുതൽ 1 വരെ ഇല്ല, കാരണം കൊസീക്ക് ആണല്ലോ വേണ്ടത്. അതുകൊണ്ട് y എക്സുമായിട്ട് കോയിൻസൈഡ് ചെയ്യും, എക്സെപ്റ്റ് ഫ്രം -1 to 1. വളരെ കൃത്യമല്ലേ കാര്യങ്ങൾ? ഗ്രാഫ് വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു കാലത്തും മറക്കില്ല. താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊക്കെ നോട്ടിലേക്ക് എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ, ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. സെക്കൻഡ് പ്രോപ്പർട്ടി ഈ പറഞ്ഞ പ്രോപ്പർട്ടിയുടെ നേരെ തിരിച്ചുള്ള പ്രോപ്പർട്ടിയാണ്. അതായത് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് പറയുമ്പോഴും എഫ് ഇൻവേഴ്സ് എഫ് എന്നുള്ള രൂപത്തിലാണ്, അത് ഐ തന്നെയാണ്. അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ത് തന്നെ ആയിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. അത് എവിടെയാണ് ഡിഫൈൻ ചെയ്യുക? സൈൻ എക്സിന്റെ ഡൊമൈൻ. എന്താ സൈൻ എക്സിന്റെ ഡൊമൈൻ? ആറാണ്. പക്ഷേ ഇവിടെ ഞാൻ എക്സിന് 6 എന്ന് കൊടുത്താൽ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടില്ല. എക്സ് എവിടെ വരാൻ പാടുള്ളൂ? ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 മാത്രമേ വരാൻ പാടുള്ളൂ. 6ന്റെ ഒരു സബ്സെറ്റിലേ വരാൻ പാടുള്ളൂ. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഇതിന്റെ ഗ്രാഫ് കൂടി കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ റിസൾട്ട് എന്തായിരിക്കും? കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ എക്സ്. അത് എവിടെയായിരിക്കും ഡിഫൈൻ ചെയ്യുക? എക്സ് ഇവിടെ ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ എക്സ് എവിടെയായിരിക്കും ശരിയാവുക? യെസ്, ക്ലോസ്ഡ് ഇന്റർവൽ 0 π. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ എക്സ് അതെവിടെയായിരിക്കും ശരിയാവുക? ടാൻ ഇൻവേഴ്സിന്റെ റേഞ്ചിലായിരിക്കും ശരിയാവുക. എന്താ ടാൻ ഇൻവേഴ്സിന്റെ റേഞ്ച്? ഓപ്പൺ ഇന്റർവൽ -π/2 π/2. ഇതേപോലെ കൊസീക്ക് ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും പറയാം. അവിടെയൊക്കെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പൊ രണ്ടാമത്തെ റിസൾട്ട് എഴുതി ബോക്സിലാക്കി വെച്ചല്ലോ. ഇനി നമുക്ക് അതിലെ ഒന്നാമത്തെ പ്രൂഫിലേക്ക് പോകാം. ബാക്കി രണ്ടും സെയിം പ്രൂഫ് ആയതുകൊണ്ട് ഞാൻ പറയില്ല. ഇവിടെ നമുക്ക് സൈൻ എക്സിനെയാണ്, സൈൻ എക്സ് ആണ് അകത്തുള്ള ഫംഗ്ഷൻ, അതിനെയാണ് നമുക്കൊരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്യേണ്ടത്. സൈൻ എക്സിന് നമുക്ക് തീറ്റ എന്ന് കൊടുക്കുന്നത് ഉചിതമായ കാര്യമല്ല. കാരണം സൈൻ എക്സ് എന്ന് പറയുന്നത് ആംഗിൾ അല്ല, ഒരു റിയൽ നമ്പർ ആണ്. അതുകൊണ്ട് ഞാൻ സൈൻ എക്സിന് എന്ത് കൊടുക്കുന്നു? ഒരു റിയൽ നമ്പർ കൊടുക്കുന്നു, y എന്ന് കൊടുക്കാം. എക്സ് ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ y എന്ന് കൊടുത്തു. സൈൻ എക്സ് ഈക്വൽ ടു y. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അനുസരിച്ച് എക്സ് എന്ത് വരും?
എക്സ് ഇസ് ഈക്വൽ സൈൻ ഇൻവേഴ്സ് വൈ എന്ന് വരും അല്ലെ. എക്സ് ഇസ് ഈക്വൽ സൈൻ ഇൻവേഴ്സ് വൈ. ആരായിരുന്നു വൈ? വൈ ഈക്വൽ സൈൻ എക്സ്. അപ്പൊ ഈ വൈക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? എക്സ് ഇസ് ഈക്വൽ സൈൻ ഇൻവേഴ്സ് വൈക്ക് പകരം സൈൻ എക്സ് എന്ന് കൊടുക്കാം. അപ്പൊ എക്സ് ഇസ് ഈക്വൽ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് കിട്ടിയില്ലേ? എക്സ് ഈക്വൽ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ പ്രൂഫായി. ഇതേപോലെ ബാക്കിയുള്ളതും പ്രൂവ് ചെയ്യാം. ഇത് നോട്ടിലേക്ക് എഴുതിയെടുക്കാം. നമുക്ക് ഇതിന്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഗ്രാഫ് നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എക്സ് -π/2 π/2 വന്നത് എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടും. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സിന്റെ ഗ്രാഫ് ഞാൻ വരക്കുന്നു. ഈ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷൻ എന്റെ റിയൽ നമ്പറിൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് അതിന്റെ ഗ്രാഫും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, എന്റെ റിയൽ നമ്പറിൽ ഇതിന്റെ ഗ്രാഫ് ഡിഫൈൻഡ് ആണ്. പക്ഷേ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ് ആകുന്നത് എവിടെയാ? മൊത്തത്തിൽ എക്സ് ഉണ്ടോ? എക്സ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? വൈ ഈക്വൽ എക്സ് ഇതല്ലേ? ഇത് എക്സ് അല്ലല്ലോ, ഇതൊന്നും എക്സ് അല്ല. സൈൻ ഇൻവേഴ്സ് എക്സ് എക്സ് ആകുന്നത് എവിടെ മാത്രമാണ്? -π/2 മുതൽ π/2 വരെ. എക്സിന്റെ ഗ്രാഫ് ഞാൻ വരക്കുന്നു. ഇതാണ് എക്സിന്റെ ഗ്രാഫ്. ഓക്കെ, വൈ ഈക്വൽ എക്സുമായിട്ട് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് കോയിൻസൈഡ് ചെയ്യുന്നത് എവിടെയാ? -π/2 മുതൽ π/2 വരെ മാത്രം. -π/2 മുതൽ π/2 വരെ. അതുകൊണ്ടാണ് എക്സ് ബിലോങ്സ് ടു -π/2 π/2 എന്ന് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. സൈൻ ഇൻവേഴ്സ് സൈൻ 3π/2 ഈക്വൽ 3π/2 എന്ന് ഒരാൾ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ആൻസറാ. അതിന്റെ ആൻസർ -π/2 എന്നാണ് വരിക. സൈൻ ഇൻവേഴ്സ് സൈൻ 5π/2 ഈക്വൽ 5π/2 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ആൻസറാ. അതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? അതിന്റെ ആൻസർ π/2 എന്നായിരിക്കും വരിക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. -π/2 മുതൽ π/2 വരെ മാത്രമേ ആൻസർ വരൂ. ഇതിന്റെ റേഞ്ച് എന്താ? -π/2 മുതൽ π/2 വരെ തന്നെ. കാരണം സൈൻ ഇൻവേഴ്സ് ആണല്ലോ. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് -π/2 മുതൽ π/2 വരെയാണ്. അപ്പം നേരത്തെ പറഞ്ഞതിന്റെ കാര്യം എല്ലാവർക്കും കൃത്യമായിട്ട് ബോധ്യപ്പെട്ടല്ലോ. ഇനി നമുക്ക് കോസ് എക്സിന്റെ ഗ്രാഫ് വരക്കാം. കോസ് എക്സിന്റെ ഡൊമൈൻ R ആയതുകൊണ്ട് ഗ്രാഫ് വരക്കുമ്പോൾ മൊത്തത്തിൽ കാണും. എന്റെ റിയൽ നമ്പേഴ്സിൽ കാണും. പക്ഷെ എക്സ് ആയിട്ട് വരുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? എക്സ് ആയിട്ട് വരുന്നത് നോക്കൂ നിങ്ങൾ, 0 മുതൽ π വരെ മാത്രമേ ഉള്ളൂ. എക്സുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന 0 മുതൽ π വരെ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അങ്ങനെ പറഞ്ഞത്. എന്താ ഈ ഫംഗ്ഷന്റെ റേഞ്ച്? ഇതാ ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ഗ്രാഫിൽ നമുക്ക് വേണ്ടത്. അപ്പൊ 0 മുതൽ π വരെയാണ് റേഞ്ച്. എന്താണ് റീസൺ? കോസ് ഇൻവേഴ്സ് ആണ്. കോസ് ഇൻവേഴ്സിന്റെ റേഞ്ച് 0 മുതൽ π വരെയാണ്. കൃത്യമാണല്ലോ. ഇനി ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ്. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് പറയുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക? നേരത്തെ പറഞ്ഞല്ലോ, ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് വരുമ്പോൾ ഓപ്പൺ ഇന്റർവൽ -π/2 π/2 അത് എക്സുമായിട്ട് കോയിൻസൈഡ് ചെയ്യാം. നോക്കൂ, ഇതാണ് ടാൻ ഇൻവേഴ്സ് ടാൻ എക്സിന്റെ ഗ്രാഫ് വരുന്നത്. അത് എക്സുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത്, വൈ ഈക്വൽ എക്സുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് ഓപ്പൺ ഇന്റർവൽ -π/2 π/2 മാത്രം. ബാക്കിയൊന്നും കോയിൻസൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആ രൂപത്തിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ടാൻ ഇൻവേഴ്സ് ടാൻ എക്സും കൊസീക് ഇൻവേഴ്സ് കൊസീക് എക്സും അതുപോലെയൊക്കെ നിങ്ങൾക്ക് നോക്കാം. അതിനൊക്കെ ഇതുപോലെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം. സ്വന്തമായിട്ട് ജിയോജിബ്ര ടൂൾ ഉപയോഗിച്ച് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, ഇതോടുകൂടി നമ്മൾ എന്ത് കഴിഞ്ഞു? നമ്മൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. എന്താ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്നറിയോ? സൈൻ ഇൻവേഴ്സ് -x എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് -x? ഇത്തരം പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. പ്രിൻസിപ്പൽ വാല്യൂസ് കാണുന്ന സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് -1/2 എന്തായിരുന്നു ആൻസർ? -π/6 ആയിരുന്നു. എന്താണ് നമ്മൾ ചെയ്തത്? സൈൻ ഇൻവേഴ്സ് എക്സിലേക്ക് മാറ്റി അല്ലെ? എന്തായിരുന്നു അതിന്റെ റീസൺ? സൈൻ ഇൻവേഴ്സ് നെഗറ്റീവ് എന്ന കേസിൽ ആൻസർ ഫോർത്ത് ക്വാണ്ടറിലാണ് വരിക. ഫോർത്ത് ക്വാണ്ടറിലേക്ക് എത്താൻ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് എടുക്കേണ്ടത്. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പൊ സൈൻ ഇൻവേഴ്സ് -x is equal to സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതാണ് അതിന്റെ ആൻസർ. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഇത് എവിടെ ഡിഫൈൻ ചെയ്യാൻ? ഡൊമൈൻ എപ്പോഴും പറയണം, എങ്കിലേ അതിന്റെ ആ പ്രോപ്പർട്ടി പൂർണ്ണമായിട്ടും ശരിയാവും. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈനിലാണ് ഡിഫൈൻ ചെയ്യുക. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എവിടെ? ക്ലോസ്ഡ് ഇന്റർവൽ -1 1. അപ്പൊ സൈൻ ഇൻവേഴ്സ് -x is equal സൈൻ ഇൻവേഴ്സ് x, x belongs to closed interval -1 1. ഈ റിസൾട്ട് ഇനി ആർക്കൊക്കെ ശരിയാവും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ആർക്കൊക്കെ ശരിയാവുക? ഈ മൂന്ന് ഫംഗ്ഷൻസിനാണ് ശരിയാവുക. സൈൻ ഇൻവേഴ്സ് എക്സിനും ടാൻ ഇൻവേഴ്സ് എക്സിനും കൊസീക് ഇൻവേഴ്സ് എക്സിനും. ഇതിന് മൂന്നിനും ശരിയാവില്ല. കാരണം അതൊന്നും സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസിലേക്ക് വരുന്നില്ല. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ റിസൾട്ട് ടാൻ ഇൻവേഴ്സ് -x is equal to പറഞ്ഞോളൂ ടാൻ ഇൻവേഴ്സ് x. ടാൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ ആരാ? ടാൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, മൂന്നാമത്തത് കൊസീക് ഇൻവേഴ്സ് -x is equal to കൊസീക് ഇൻവേഴ്സ് x. കൊസീക് ഇൻവേഴ്സ് x ന്റെ ഡൊമൈൻ എന്താ? r -1 1. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ റിസൾട്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒന്നാമത്തെ പ്രൂഫിലേക്ക് പോകാം. സൈൻ ഇൻവേഴ്സ് -x is equal to, ശ്രദ്ധിക്കണം, ഈ സൈൻ ഇൻവേഴ്സ് -x നമുക്ക് തീറ്റ കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ സൈൻ ഇൻവേഴ്സ് -x തീറ്റ കൊടുക്കുന്നു. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അനുസരിച്ച് -x എന്ത് വരും? സൈൻ തീറ്റ എന്ന് വരുന്നു. -x equal സൈൻ തീറ്റ. അപ്പൊ x ആരാവും? സൈൻ തീറ്റ. ഓക്കെ, x is equal സൈൻ തീറ്റ എന്ന് വരും. അപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ എഴുതാം? x is equal to സൈൻ തീറ്റ ആരാ? സൈൻ തീറ്റയെ നമുക്ക് സൈൻ തീറ്റ എന്ന് എഴുതാലോ. +1 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ.
സൈൻ മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ, ടാൻ മൈനസ് തീറ്റ ഈക്വൽ മൈനസ് ടാൻ തീറ്റ, കൊസിക് മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് കൊസിക് തീറ്റ എന്ന് പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. ആ മൂന്ന് റിസൾട്ട് ഈ മൂന്ന് ഫംഗ്ഷൻസിന് മാത്രമേ ശരിയാവൂ എന്നതുകൊണ്ടാണ് ഇവിടെ ഈ മൂന്ന് ഫംഗ്ഷനായി പരിമിതപ്പെട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ഈക്വൽ ടു സൈൻ മൈനസ് തീറ്റ എന്ന് എഴുതാം. അപ്പൊ മൈനസ് തീറ്റ ആര് വരും? മൈനസ് തീറ്റ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അപ്പൊ തീറ്റ ആര് വരും? ഈ മൈനസിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. തീറ്റ ആരായിരുന്നു? ആരാ തീറ്റ? സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ്. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് സീക്വൽ എന്ത് കിട്ടി? മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. അപ്പൊ ഒന്നാമത്തെ റിസൾട്ടിന്റെ പ്രൂഫായി. പ്രൂഫ് പഠിക്കൽ അത്യാവശ്യമാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതേപോലെ ഇതൊക്കെ പ്രൂവ് ചെയ്യാം, കാരണം ഈ ഒരു പ്രോപ്പർട്ടി വെച്ചാണല്ലോ നമ്മൾ തെളിയിച്ചിട്ടുള്ളത്. അത് ഇതിനും ഒക്കെ ശരിയാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഗ്രാഫ് ഒന്ന് നമുക്ക് നോക്കാം. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്തുകൊണ്ടാണ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഗ്രാഫിക്കലായിട്ട് വരുന്നത് എന്നൊന്ന് നോക്കാം. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്. അതിന് നമ്മൾ മൈനസ് എക്സ് കൊടുക്കുന്ന സമയത്ത് നേരെ തിരിഞ്ഞല്ലേ വരിക? ഒന്നാലോചിച്ച് നോക്കൂ. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഞാൻ വരക്കുന്നു, നോക്കൂ. ഇതാണ് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ്. ഓക്കെ, ഇത് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്, ഇത് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ്. നമ്മൾ എന്താ ഇപ്പൊ പറഞ്ഞത്? ഇതാണ് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ്, അത് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിന് ഈക്വൽ ആണ്. അപ്പൊ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് വരച്ചാൽ ഇതുപോലെ തന്നെ കിട്ടണ്ടേ? ഞാനിത് വരക്കുന്നു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്, അതുപോലെ തന്നെ കിട്ടി. ആദ്യത്തെ ഗ്രാഫുമായിട്ട് കോയിൻസൈഡ് ചെയ്തു. എന്തുകൊണ്ടാണ് കോയിൻസൈഡ് ചെയ്തത്? ഇത് രണ്ടും ഒന്നായതുകൊണ്ട്. അപ്പൊ സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ആരാണെന്ന് മനസ്സിലായി, മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് എന്ന് നമുക്ക് ഗ്രാഫിക്കലായിട്ട് മനസ്സിലായി. ഓക്കെ, മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം. നോട്ട് കൂടെ എഴുതണേ. അടുത്ത പ്രോപ്പർട്ടി, നാലാമത്തെ പ്രോപ്പർട്ടി ശ്രദ്ധിക്കൂ. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് നേരത്തെ പറഞ്ഞു. ഇനി കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്. എന്തായിരിക്കും കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്? ആലോചിച്ച് പറയൂ. കോസ് ഇൻവേഴ്സിന് നെഗറ്റീവ് എന്ന കേസിൽ, കോസ് ഇൻവേഴ്സ് മൈനസ് 1/2 എന്ന കേസിൽ നമ്മൾ എന്താ ചെയ്തത്? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. കാരണം എന്താ? കോസ് ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സും നെഗറ്റീവ് വരുന്ന കേസിൽ സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് എത്താനുള്ള മാർഗം എന്താ? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈനിലായി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവെൽ -1 1. ഓക്കെ, ഇതേ റിസൾട്ട് ആർക്കൊക്കെ ശരിയായിരിക്കും? കോട്ട് ഇൻവേഴ്സിനും സീക്ക് ഇൻവേഴ്സിനും ശരിയായിരിക്കും. കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു, ഇനി നിങ്ങൾക്ക് പറയാമല്ലോ, പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ ആരാ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. മൂന്നാമത്തത് സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. എന്താ ഇതിന്റെ ഡൊമൈൻ? സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ r -1 1. ഇതാണ് നാലാമത്തെ റിസൾട്ട്. വൃത്തിയായിട്ട് ബോക്സിൽ മനോഹരമായിട്ട് എഴുതി വെക്കാം. ഓക്കെ, ഒന്നാമത്തെ പ്രൂഫിലേക്ക് പോകാം. പറഞ്ഞോളൂ, പ്രൂഫ് സ്വന്തമായിട്ട് പറഞ്ഞോളൂ. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിന് എന്ത് കൊടുക്കുന്നു? തീറ്റ കൊടുക്കുന്നു. അപ്പൊ മൈനസ് എക്സ് എന്തായിട്ട് വരും? കോസ് തീറ്റ ആയിട്ട് വരും. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അനുസരിച്ച്, ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ്, മൈനസിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, മൈനസ് കോസ് തീറ്റ. മൈനസ് കോസ് തീറ്റയെ നമുക്ക് കോസ് മൈനസ് തീറ്റ എന്ന് എഴുതാൻ പറ്റില്ല. കോസ് മൈനസ് തീറ്റ ആരാ? കോസ് തീറ്റ തന്നെയാണ്. അപ്പൊ മൈനസ് കോസ് തീറ്റയെ നമ്മൾ എങ്ങനെ എഴുതും? മൈനസ് കോസ് തീറ്റ എഴുതാനുള്ള മാർഗമാണ്, പറയൂ, എക്സ് ഇസ് ഈക്വൽ ടു കോസ് പൈ മൈനസ് തീറ്റ. കോസ് പൈ മൈനസ് തീറ്റ ആരാണ്? മൈനസ് കോസ് തീറ്റ ആണെന്ന് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? പൈ മൈനസ് തീറ്റ കിട്ടും. ആരാ പൈ മൈനസ് തീറ്റ? കോസ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, പൈ മൈനസ് തീറ്റ ഈക്വൽ കോസ് ഇൻവേഴ്സ് എക്സ്. ആരായിരുന്നു തീറ്റ? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്. പൈ മൈനസ് അല്ലെങ്കിൽ തീറ്റ ഈക്വൽ, തീറ്റ റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു, തീറ്റ ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. ആരാണ് തീറ്റ? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ റിസൾട്ട്. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇതേപോലെ നമുക്ക് ബാക്കി രണ്ട് റിസൾട്ടുകളും പ്രൂവ് ചെയ്യാവുന്നതാണ്. ഇത് നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. നമുക്ക് അതിന്റെ ഗ്രാഫ് ഒന്ന് കാണാം. എന്തുകൊണ്ടാണ് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആകുന്നത്? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ് എങ്ങനെയാ? കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാ. ഓക്കെ, കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ് ഈ രൂപത്തിലായിരിക്കും വരിക. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്താണ് എന്നാ ഇപ്പം നമ്മൾ പറഞ്ഞത്? അത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ് എന്നാ പറഞ്ഞത്. ഓക്കെ, ഇത് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫും ഇവിടെ ദൃശ്യമാവും. അപ്പോ എന്താ സംഭവിക്കുന്നത് നോക്കാം. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഞാൻ കാണിച്ചു, പക്ഷേ ഇവിടെ നേരത്തെ ഗ്രാഫിന് ഒരു മാറ്റം വന്നില്ല. കാരണം എന്താ? രണ്ട് ഗ്രാഫും ഒന്നാണ്. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ആര് തന്നെയാണ്? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇനി ഒരാൾ തെറ്റായിട്ട് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിന് പകരം മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതിയാൽ എന്താ സംഭവിക്കുക നോക്കാം. മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഗ്രാഫാ കിട്ടുക. അതല്ലല്ലോ ശരിയായിട്ടുള്ള ഗ്രാഫ്. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിന്റെ ഗ്രാഫ് നമ്മൾ ആദ്യം വരച്ച് കണ്ടില്ലേ? ഇങ്ങനെ അല്ലല്ലോ ഗ്രാഫ്. അതുകൊണ്ട് ഒരു കാരണവശാലും മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിനെ എഴുതരുത്. അത് തെറ്റാണ്. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് തന്നെയാണ് വരിക എന്നുള്ള കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടി, അഞ്ചാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. അഞ്ചാമത്തെ പ്രോപ്പർട്ടി,
സൈൻ ഇൻവേഴ്സ് 1/x is equal to, അത് നമുക്ക് അറിയുന്ന പ്രോപ്പർട്ടിയാണ്. സൈൻ ഇൻവേഴ്സ് 1/x ഞാൻ നേരത്തെ പറഞ്ഞു. കൊസീക് ഇൻവേഴ്സ് എക്സ് എന്ന് ജിയോജിബ്ര എങ്ങനെ എഴുതുക? സൈൻ ഇൻവേഴ്സ് 1/x എന്നാണല്ലോ എഴുതുക. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1/x ആരായിരിക്കും? കൊസീക് ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. ഇത് എവിടെയായിരിക്കും ഡിഫൈൻ ചെയ്യുക? കൊസീക് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈനിലല്ലേ ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. എന്താ കൊസീക് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ? r - 1 സിമ്പിൾ അല്ലേ? രണ്ടാമത്തത് കോസ് ഇൻവേഴ്സ് 1/x എന്ത് വരും? കോസ് ഇൻവേഴ്സ് 1/x സീക്ക് ഇൻവേഴ്സ് എക്സ് ആയിരിക്കും വരിക. സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് ജിയോജിബ്രയിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ത് തന്നെയാണ്? r - 1. അടുത്തത് ടാൻ ഇൻവേഴ്സ് 1/x ആണ്. ടാൻ ഇൻവേഴ്സ് 1/x എന്തായിരിക്കും വരിക? കോട്ട് ഇൻവേഴ്സ് എക്സ്. കോട്ട് ഇൻവേഴ്സ് എക്സ് ശ്രദ്ധിക്കുക. കോട്ട് ഇൻവേഴ്സ് എക്സ് ശരിക്കും കോട്ട് ഇൻവേഴ്സിന്റെ ഡൊമൈനിലാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. എന്താ കോട്ട് ഇൻവേഴ്സിന്റെ ഡൊമൈൻ? r ആണ്. പക്ഷെ ഇവിടെ r എന്ന് എഴുതാൻ പറ്റില്ല. അതിന്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ടാൻ ഇൻവേഴ്സ് 1/x എപ്പോഴും കോട്ട് ഇൻവേഴ്സ് എക്സ് അല്ല. എപ്പോഴും മാത്രമാണ് കോട്ട് ഇൻവേഴ്സ് എക്സ് ആവുക. കഴിഞ്ഞ സെക്ഷനിൽ പ്രോബ്ലം ചെയ്ത സമയത്ത് പ്രോബ്ലത്തിന് ഞാൻ കളറൊക്കെ മാറ്റി പറഞ്ഞിരുന്നു. എപ്പോഴും മാത്രമാണ് എക്സ് നെഗറ്റീവ് ആകുന്ന സമയത്ത് വരില്ല. കോട്ട് ഇൻവേഴ്സ് എക്സിലെ എക്സ് നെഗറ്റീവ് ആകുന്ന സമയത്ത് ടാൻ ഇൻവേഴ്സ് 1/xലേക്ക് മാറ്റാൻ പറ്റില്ല. എക്സ് പോസിറ്റീവ് ആകുമ്പോൾ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കളർ കൊടുത്തത്. സാധാരണ നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും എക്സ് ബിലോങ്സ് ടു r ആണെന്ന്. കാരണം കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ r ആണല്ലോ. പക്ഷെ അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല. പിന്നെ എന്താണ് ശരിയായിട്ടുള്ള ആൻസർ? എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ആൻസർ ആണ് ശരിയായിട്ടുള്ള ആൻസർ. എന്താണ് അതിന്റെ കാരണം? ടാൻ ഇൻവേഴ്സിന്റെയും കോട്ട് ഇൻവേഴ്സിന്റെയും റേഞ്ച് രണ്ട് സ്ഥലത്താണ്. ടാൻ ഇൻവേഴ്സിന്റെ റേഞ്ച് -π/2 π/2 ആണ്. കോട്ട് ഇൻവേഴ്സിന്റെ റേഞ്ച് 0π ആണ്. പക്ഷെ ഇവയൊക്കെ റേഞ്ച് ഒരേ സ്ഥലത്താണ്. ഇതിനൊക്കെ റേഞ്ച് ഒരേ സ്ഥലത്താണ്. ഫോർത്ത് ക്വാഡ്രന്റിലും ഫസ്റ്റ് ക്വാഡ്രന്റിലുമാണ്. ഇത് ഫസ്റ്റിലും സെക്കൻഡിലുമാണ്. ഇതിന്റെ റേഞ്ച് കിടക്കുന്നത് ഇത് ഫോർത്തിലും ഫസ്റ്റിലുമാണ്, ഇത് ഫസ്റ്റിലും സെക്കൻഡിലുമാണ്. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നാമത്തെ പ്രൂഫ് പറയാം. സൈൻ ഇൻവേഴ്സ് 1/x എന്ത് കൊടുക്കാം? തീറ്റ. ആംഗിൾ ആണല്ലോ സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ. ഞാൻ തീറ്റ എന്ന് കൊടുത്തു. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അനുസരിച്ച് 1/x എങ്ങനെ എഴുതാം? സൈൻ തീറ്റ എന്ന് എഴുതാം. 1/x = sin θ. അപ്പൊ x ആരായിരിക്കും വരിക? 1/sin θ അല്ലെ? x = 1/sin θ. ആരാ 1/sin θ? ദാറ്റ് ഈസ് cosec θ. ഓക്കെ, അപ്പൊ തീറ്റക്ക് നമുക്ക് എന്ത് കൊടുക്കാം? തീറ്റ = cosec ഇൻവേഴ്സ് x. ആരായിരുന്നു തീറ്റ? തീറ്റ = sin ഇൻവേഴ്സ് 1/x. തീറ്റക്ക് പറഞ്ഞ് ഞാൻ sin ഇൻവേഴ്സ് 1/x കൊടുത്തു. sin ഇൻവേഴ്സ് 1/x = cosec ഇൻവേഴ്സ് x. ദാറ്റ് ഈസ് ദ പ്രൂഫ് ഓഫ് ഫസ്റ്റ് റിസൾട്ട്. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. അതിന്റെ ജിയോജിബ്ര അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇനി ആറാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോകാം. ആറാമത്തെ പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും വരിക? എക്സിന് നമുക്ക് 1/2 എന്ന് കൊടുക്കാം. സൈൻ ഇൻവേഴ്സ് 1/2 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/2 ആരാ? സൈൻ ഇൻവേഴ്സ് 1/2 π/6 അല്ലേ? കോസ് ഇൻവേഴ്സ് 1/2 π/3 അല്ലേ? ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി അല്ലേ? 30 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി എത്രയാ? 90 ഡിഗ്രി. 90 ഡിഗ്രി ആണ് എത്ര റേഡിയനാ? π/2. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് π/2 ആണ്. ഈ രണ്ട് ഇൻവേഴ്സ് ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ് കിട്ടുക. അതായത് ഇത് രണ്ടുകൂടെ ആഡ് ചെയ്താൽ 90 ഡിഗ്രി കിട്ടുന്നത് കൊണ്ട് അവ കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ് എന്ന് പറയാം. ഈ കോംപ്ലിമെന്ററി ആംഗിൾസ് ആയതുകൊണ്ടാണ് സൈൻ കോസ് എന്നുള്ള പേര് തന്നെ കിട്ടാനുള്ള കാരണം എന്ന് കൂടെ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്ലസ് 1 ഒരു പക്ഷേ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ശരി. ഇത് എവിടെ ഡിഫൈൻ ചെയ്യാം? എക്സിന്റെ ഡൊമൈനിൽ സൈൻ ഇൻവേഴ്സിന്റെയും കോസ് ഇൻവേഴ്സിന്റെയും ഡൊമൈനിലെ ഡിഫൈൻ ചെയ്യും. എന്താ അതിന്റെ ഡൊമൈൻ? -1 x belongs to -1. ഇത് ഇങ്ങനെയാണെങ്കിൽ വേറെ ഏതൊക്കെ കോഫങ്ഷൻ ആയിട്ടുള്ളത്? ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സും കൊസീക്ക് ഇൻവേഴ്സും അതൊക്കെ ആഡ് ചെയ്താൽ π/2 ആയിരിക്കും കിട്ടുക. അതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും റിസൾട്ട്. ടാൻ ഇൻവേഴ്സ് x പ്ലസ് കോട്ട് ഇൻവേഴ്സ് x π/2 because these two are complementary functions. ഓക്കെ, ഇതിന്റെ ഡൊമൈൻ എന്താ? r ആണ്. അപ്പൊ x belongs to r. മൂന്നാമത്തെ സീക്ക് ഇൻവേഴ്സ് x പ്ലസ് കോസീക്ക് ഇൻവേഴ്സ് x π/2. ഇവയുടെ ഡൊമൈൻ എന്താ? r -1 therefore x belongs to r -1. അപ്പോ ഇത് ആറാമത്തെ റിസൾട്ട് ബോക്സിലാക്കി വെക്കുന്നു. നന്നായിട്ട് പഠിക്കുന്നു. ഇതിന്റെ പ്രൂഫിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രൂഫ് പോലെ 2, 3 നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രൂവ് ചെയ്യാം. നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? സൈൻ ഇൻവേഴ്സ് എക്സിന് സൈൻ ഇൻവേഴ്സ് ആംഗിൾ ആണല്ലോ, ഞാൻ അതിന് തീറ്റ കൊടുത്തു. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അനുസരിച്ച് x എന്ത് എന്ന് എഴുതാം? x = sin θ എന്ന് എഴുതാം. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്? കോസ് ഇൻവേഴ്സ് എക്സിലേക്ക് പോകണം. അപ്പൊ ഈ സൈനെ മാറ്റി ഞാൻ എന്താക്കണം? സൈനെ മാറ്റി ഞാൻ കോസ് ആക്കണം. സൈനെ കോസ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? സൈൻ തീറ്റ = കോസ്. പറയൂ, സൈൻ തീറ്റ = കോസ് π/2 - θ. പ്ലസ് 1 പഠിച്ചിട്ടുണ്ടല്ലോ. പ്ലസ് 1 ട്രിഗണോമെട്രി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കുമ്പോഴേ അത് പെട്ടെന്ന് പറയാൻ പറ്റുക. അപ്പൊ സൈൻ തീറ്റയ്ക്ക് പകരം കോസ് π/2 - θ എന്ന് കൊടുത്തു. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുന്നു.
π/2 മൈനസ് തീറ്റ, π/2 മൈനസ് തീറ്റ ഈക്വൽ കോസ് ഇൻവേഴ്സ് എക്സ്. അടുത്ത സ്റ്റെപ്പ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ π/2 മൈനസ് തീറ്റ. അപ്പൊ തീറ്റ ആരായിട്ട് വരും പറ? തീറ്റ പ്ലസ് കോസ് ഇൻവേഴ്സ്. തീറ്റ ഇങ്ങോട്ട് കൊണ്ടുവന്നു. തീറ്റ പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ആരായിട്ട് വരും? π/2. ആരായിരുന്നു തീറ്റ? തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ π/2. ബ്യൂട്ടിഫുൾ ഡെറിവേഷൻ അല്ലേ? വളരെ രസകരമായിട്ടുള്ള ഡെറിവേഷനാ. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കണം, വൃത്തിയായിട്ട് എഴുതിയെടുക്കണം, നന്നായിട്ട് പഠിക്കണം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് π/2 ആണെന്ന് കിട്ടിയല്ലോ. ഇതേപോലെ നിങ്ങൾക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. സീക്ക് ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഒക്കെ ഇതേ റിസൾട്ട് ഉപയോഗിച്ച് പറയാൻ പറ്റും. നമുക്ക് അതിന്റെ ജിയോജിബ്ര ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം ഈ രൂപത്തിലാണ്. കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ഈ രൂപത്തിലാണ്. ഇനി ഈ രണ്ട് ഫംഗ്ഷനോട് ആഡ് ചെയ്യാണ് ഞാൻ. സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും ആഡ് ചെയ്യാം. എന്തായിരിക്കും ആൻസർ ആയിട്ട് കിട്ടേണ്ടത്? π/2. π/2 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ π/2 എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനാ? കോൺസ്റ്റന്റ് ഫംഗ്ഷനാ. എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള കോൺസ്റ്റന്റ് ഫംഗ്ഷൻ π/2 പാസ് ചെയ്യും. ഓക്കെ, അതിന്റെ ഡൊമൈൻ എന്താ? -1 1. അപ്പൊ നമുക്ക് ഊഹിക്കാമല്ലോ അതിന്റെ ഗ്രാഫ് എങ്ങനെ വരുമെന്ന്. ഓക്കെ, ഞാൻ ഗ്രാഫ് വരക്കുന്നത് ശ്രദ്ധിക്കൂ. ഇതാണ് -1 മുതൽ 1 വരെ ഉള്ളൂ. π/2 എഫ് ഓഫ് എക്സ് ഈക്വൽ π/2. ഈ രണ്ട് ഫംഗ്ഷൻ നമുക്ക് ഹൈഡ് ചെയ്താൽ കൃത്യമായിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ π/2 കാണാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്. π/2 ആണ്. കൃത്യമാണല്ലോ? ഇനി നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സിന്റെയും കോട്ട് ഇൻവേഴ്സ് എക്സിന്റെയും ഗ്രാഫ് വരക്കാം. കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ് ജിയോജിബ്ര ആക്സെപ്റ്റ് ചെയ്യുന്നത് π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാണ്. അതിന്റെ കാരണം നേരത്തെ പറഞ്ഞല്ലോ, കോട്ട് ഇൻവേഴ്സ് 1/x എന്ന് അവിടെ എഴുതാൻ പറ്റില്ല എന്നതുകൊണ്ടാണ്. ഓക്കെ, ശരി. ഇതിന്റെ രണ്ടിന്റെ ഗ്രാഫ് ഞാൻ വരച്ചു. ഇനി നമുക്കിത് ആഡ് ചെയ്ത് നോക്കാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഒന്ന് ചെയ്ത് നോക്കാം. എന്താ ആൻസർ വരിക? എക്സ് π/2 ആണ് വരിക. എന്താ അതിന്റെ ഡൊമൈൻ? ടാൻ ഇൻവേഴ്സ് എക്സിന്റെയും കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്റെ റിയൽ നമ്പർ. അപ്പൊ π/2 എന്നുള്ളത് തുടക്കം മുതൽ അവസാനം വരെ π/2 പാസ് ചെയ്യുന്ന എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ? ഓക്കെ, കണ്ടോ നിങ്ങൾ ഗ്രാഫ്? ആരുടെ ഗ്രാഫ് ഇപ്പം സ്ക്രീനിലുള്ളത്? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ π/2. π/2 പാസ് ചെയ്യുന്നു. എന്റെ റിയൽ നമ്പറിൽ അത് ഡിഫൈൻഡ് ആണ്. വളരെ മനോഹരമായിട്ട് ജിയോജിബ്ര ഉപയോഗിച്ച് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുന്നേ ജിയോജിബ്രയുടെ മുന്നേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നല്ല പ്രയാസമായിരുന്നു. വളരെ ഈസി ആയിട്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി കോസ് ഇൻവേഴ്സ് 1/x. ആരായി കോസ് ഇൻവേഴ്സ് 1/x? സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്. ഓക്കെ, ഇനി സൈൻ ഇൻവേഴ്സ് 1/x ആരാ? കൊസീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഗ്രാഫ്. ഈ രണ്ട് ഫംഗ്ഷനോട് ആഡ് ചെയ്യാണ് ഞാൻ. ഈ രണ്ട് ഫംഗ്ഷനോട് ആഡ് ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടുക? π/2 തന്നെ. പക്ഷെ ഇതിന്റെ ഡൊമൈൻ എന്താ? r-1 1. അപ്പൊ -1 ഇത് ഉണ്ടാവോ? ഉണ്ടാവില്ല. ബാക്കിയുള്ള സ്ഥലത്ത് ഇത് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, -1 1 ഇല്ലല്ലോ. ബാക്കിയുള്ള സ്ഥലത്ത് π/2 ആണല്ലോ. കൃത്യമല്ലേ? ബ്യൂട്ടിഫുൾ അല്ലേ? നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഏഴാമത്തതും അവസാനത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഇത് വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. മാത്രമല്ല ഇതിന്റെ പ്രൂഫും ഇമ്പോർട്ടന്റ് ആണ്. ബോർഡ് എക്സാമിനേഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന് ഇവിടെ ഈ ഒന്നാമത്തെ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് 3 റിസൾട്ടും പഠിക്കുക. ഈ 3 റിസൾട്ടിന്റെ പ്രൂഫ് ഞാൻ ഇവിടെ തരുന്നുണ്ട്, കാരണം പ്രധാനപ്പെട്ടതായതുകൊണ്ട്. ഓക്കെ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഇത് എപ്പോഴും പോസിബിൾ അല്ല. എപ്പോഴും മാത്രമാ പോസിബിൾ എന്നറിയോ? എക്സ് വൈ ലെസ് ദാൻ 1. എന്തുകൊണ്ടാണ് ഇത് എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കാം. എക്സ് വൈ ഗ്രേറ്റർ ദാൻ 1 ആയാൽ എന്താ പ്രശ്നമെന്ന് നോക്കാം. അപ്പൊ ഈ റിസൾട്ടിനെ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് വിടുന്നു. കാരണം അതൊന്നും നമ്മുടെ പ്രസന്റ് സിലബസിൽ പെട്ടതല്ല. താല്പര്യമുള്ളവർക്ക് നോക്കാം. ഓക്കെ, എക്സ് വൈ ലെസ് ദാൻ 1 ആകണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. രണ്ടാമത്തത് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. എന്തായിരിക്കും വരിക? പ്ലസ് മാറി മൈനസ് ആവുമ്പോൾ ഇവിടുത്തെ പ്ലസ് മാറി മൈനസ് ആവും, മൈനസ് മാറി പ്ലസ് ആവും. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ. ഇവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയോ? എക്സ് വൈ ഗ്രേറ്റർ ദാൻ -1 എന്നാണ്. ഇനി ഈ എക്സ് ഇവിടെ വൈക്ക് പകരം എക്സ് എന്ന് കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് ആവും. അപ്പൊ 2 ടാൻ ഇൻവേഴ്സ് എക്സ് ആവും. ഇവിടെ വൈക്ക് പകരം എക്സ് ആവും. അപ്പൊ ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ആവും. അതാണ് മൂന്നാമത്തെ റിസൾട്ട്. 2 tan inverse x is equal to tan inverse x square 2x by 1 minus x square. അവിടുത്തെ കണ്ടീഷൻ ഇതാണ്, -1 ലെസ് ദാൻ x ലെസ് ദാൻ -1. കണ്ടീഷൻ ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോഴാണ് റിസൾട്ട് പൂർണ്ണമായിട്ടും ശരിയാവുക. ഓക്കെ, ഇവിടെ ഞാൻ ബോർഡിന്റെ സ്ക്രീനിന്റെ ഒക്കെ കളർ മാറ്റിയിട്ടുണ്ട്. എന്തിനാ? ഇത് ഒരു വ്യത്യസ്തമാണ് അല്ലെങ്കിൽ കൂടുതൽ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ ഈ റിസൾട്ട് വളരെ വൃത്തിയായിട്ട് ബോക്സിൽ എഴുതിയെടുക്കുക. കാണാതെ പഠിക്കണം. ഒന്ന് പറഞ്ഞു നോക്കൂ എന്റെ കൂടെ. tan inverse x plus tan inverse y equal to tan inverse x plus y by 1 minus xy. tan inverse x minus tan inverse y equal to tan inverse x minus 1 by 1 plus xy. ഓക്കെ, അടുത്തതും നിങ്ങൾ അതുപോലെ പറഞ്ഞു നോക്കുക. ഒന്നാമത്തെ പ്രൂഫ് നമുക്ക് പറയാം. ശ്രദ്ധിക്കുക, ഇവിടെ tan inverse x ഉം tan inverse y ഉം ഡിഫറെന്റ് ആംഗിൾ ആണ്. രണ്ടും 2 ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തീറ്റ എന്ന് ഇവിടെ കൊടുത്താൽ ഇവിടെ വേറെ ഒന്ന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തീറ്റയ്ക്ക് പകരം ഞാൻ എ ബി എന്നൊക്കെ നമ്മൾ ആംഗിൾ പറയാറുണ്ടല്ലോ, സൈന് കോസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ ഞാൻ ടാൻ ഇൻവേഴ്സ് എക്സിന് എന്ത് കൊടുക്കുന്നു? ടാൻ ഇൻവേഴ്സ് എക്സിന് എ എന്ന് കൊടുക്കുന്നു. ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എ. അപ്പൊ ടാൻ ഇൻവേഴ്സ് വൈക്ക് എന്ത് കൊടുക്കാം? ബി എന്ന് കൊടുക്കാം. ഓക്കെ,
ആംഗിൾ ആണ് എയും ബിയും. ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എ ആൻഡ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ബി. അപ്പൊ എക്സ് എന്തായിരിക്കും വരിക? ടാൻ എ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ആൻഡ് വൈ എന്തായിരിക്കും വരിക? ടാൻ ബി. അപ്പൊ ടാൻ എക്സ് ഇസ് ഈക്വൽ ടാൻ എ എന്ന് കിട്ടി, വൈ ഈക്വൽ ടാൻ ബി എന്ന് കിട്ടി. ഓക്കെ, ടാൻ ഇൻവേഴ്സ് എക്സ് എ, ഇത് എ ആണ്. ടാൻ ഇൻവേഴ്സ് വൈ ബി, ഇത് ബി ആണ്. അപ്പൊ എന്താ വായിക്കുക? ഇത് എ, ഇത് ബി. അപ്പൊ എന്താ വായിക്കുക? എ പ്ലസ് ബി. അപ്പൊ ഈ ടാൻ നമുക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്ത് വരും? ടാൻ ഓഫ് എ പ്ലസ് ബി എന്ന് വരും. അപ്പൊ ഇനി ഞാൻ ടാൻ ഓഫ് എ പ്ലസ് ബി കാണാൻ പോകാം. ഓക്കെ, ടാൻ ഓഫ് എ പ്ലസ് ബി എന്ത് വരും? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൂഫാണ്. പല പ്രോബ്ലങ്ങളും ഈ മെത്തേഡിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രൂഫ് നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ എ, ഇവിടെ ബി കൊടുത്തു. അപ്പൊ എ പ്ലസ് ബി ആയി. ഇവിടെ ടാൻ, ഈ ടാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ടാൻ അപ്ലൈ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ടാൻ എ പ്ലസ് ബി എന്താ? പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ടല്ലോ. വാട്ട് ഇസ് ടാൻ എ പ്ലസ് ബി? ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി എന്ന് താനേ വരണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി എന്ന് വരും. ആരാ ടാൻ എ? എക്സ്. ആരാ ടാൻ ബി? വൈ. അപ്പൊ എന്ത് വരും? എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഓക്കെ, എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. അപ്പൊ എ പ്ലസ് ബി എന്താ വരിക? ടാൻ അങ്ങോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുക. എ പ്ലസ് ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്നാവും. എ പ്ലസ് ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ആരാ എ? A is equal to tan inverse x. ആരാ ബി? tan inverse y. But tan inverse x plus tan inverse y equal to tan inverse x plus y by 1 minus xy. പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. വളരെ നന്നായിട്ട് പഠിക്കുക. ഈ പ്രാവശ്യത്തെ പബ്ലിക് എക്സാമിന് 2020 പബ്ലിക് എക്സാമിന് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും ചോദിക്കാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൂഫാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് മാത്രമല്ല, ഇതുപോലെ പല പ്രോബ്ലംസും ഇതേ മെത്തേഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിന്റെ രണ്ടാമത്തെ റിസൾട്ടിന്റെ പ്രൂഫിലേക്ക് പോകാം. സെയിം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയും, വളരെ പെട്ടെന്ന് പറയും. tan inverse x minus tan inverse y equal tan inverse x minus y by 1 പ്ലസ് എക്സ് വൈ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ടാൻ ഇൻവേഴ്സ് എക്സിന് നേരത്തെ പോലെ തന്നെ ഈ പ്ലസിന് പകരം മൈനസ് ആയിട്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ട് എഴുതി നോക്കാം. നോക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കാം. ശേഷം നിങ്ങൾ ആൻസർ നോക്കിയാൽ മതി. ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ എ ആൻഡ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ബി. എക്സ് ഈസ് ഈക്വൽ ടാൻ എ ആൻഡ് വൈ ഈക്വൽ ടാൻ ബി. നൗ ടാൻ എ മൈനസ് ബി ഈക്വൽ ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ. Therefore a minus b equal to tan inverse x minus y by 1 plus xy. A equal to tan inverse x and b equal to tan inverse y. Tan inverse x minus tan inverse y is equal to tan inverse x minus y by 1 plus xy. Simple proof എഴുതിയെടുത്തോളൂ. ഇനി മൂന്നാമത്തെ പ്രൂഫ് കൂടെ പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് അവസാനിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. മൂന്നാമത്തത് എന്തായിരുന്നു? 2 tan inverse x is equal to tan inverse 2x by 1 minus x square. ഇവിടെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇത് കിട്ടാൻ രണ്ട് മാർഗ്ഗമുണ്ട്. ഈ വൈക്ക് പകരം എക്സ് എന്ന് കൊടുത്താൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് കിട്ടും. നമുക്ക് പ്രൂഫ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. tan inverse x നമുക്ക് എന്ത് കൊടുക്കാം? എ എന്ന് കൊടുക്കാം. ഒരാംഗിൾ അല്ലേ ഉള്ളൂ. അപ്പോ x is equal to tan എന്ന് വരും. അപ്പൊ 2 tan inverse x ആണ് 2a ആണ്. അപ്പൊ tan 2a ആണ് കാണേണ്ടത്. tan 2a യുടെ ഫോർമുല പ്ലസ് 1 പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ? tan 2a equal to 2 tan a by 1 minus tan square. വളരെ പ്രധാനപ്പെട്ടതാണ് പ്ലസ് 1ലെ ഐഡന്റിറ്റീസ് എന്ന് ഞാൻ പ്ലസ് 1ലെ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഫസ്റ്റ് സെഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 tan a by 1 minus tan square. tan a ആരാണ്? tan a is equal to x. അപ്പൊ 2x by 1 minus x square. അപ്പൊ 2a is equal to tan inverse 2x by 1 minus x square. What is a? A equal to tan inverse x. 2 tan inverse x equal to tan inverse 2x by 1 minus x square. അവസാനത്തെ രണ്ടെണ്ണം വളരെ സിമ്പിൾ ആയതുകൊണ്ട് അതിന്റെ പ്രൂഫ് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞതാണ്. പ്രൂഫ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നാളെ ഈ ക്ലാസ് ഇതോടുകൂടി ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ തിയറി പാർട്ട് അവസാനിച്ചു കഴിഞ്ഞു. ഇനി പ്രോബ്ലംസ് ആണ്. 3-4 ക്ലാസ് പ്രോബ്ലം ക്ലാസ് ആയിട്ടുണ്ടാവും. ആ പ്രോബ്ലം ക്ലാസ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇത്രയും പറഞ്ഞിട്ടുള്ള തിയറി വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന്റെ കൂടെ പ്ലസ് 1ൽ പഠിച്ചിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഐഡന്റിറ്റീസ് വളരെ മനോഹരമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം അടുത്ത ക്ലാസ്സിൽ കാണാതെ പഠിച്ച് ബൈഹാർട്ട് ചെയ്തിട്ട് മാത്രം അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ പ്രോബ്ലംസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ക്ലാസ് കേട്ട എല്ലാവർക്കും താങ്ക്സ്.